എന്ത് പെട്ടെന്നാണ് ഈ ആമ്പലേ ഇങ്ങനെ ചൂടുന്നതെന്നറിയാമോ? വിരിഞ്ഞിരുന്നായിരുന്നു. വെയിൽ പോയപ്പം അതിങ്ങനെ കൂമ്പുക. എത്ര പെട്ടെന്ന് നോക്കാണ്ട് നമ്മൾ നിമിഷ നേരം കൊണ്ട് 5 മിനിറ്റിനുള്ളിൽ ഇത്രയും ആയിരുന്നു. ഇത് ഓപ്പണായിരുന്നു. എന്ത് പ്രകൃതമുണ്ടോ, ഞാൻ കാണിക്കാതെ കൊണ്ടോ ചെറുതായിക്കൊണ്ടേയിരിക്കും. ഇത് വീഡിയോയിൽ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് ചെറുതായിക്കൊണ്ടേയിരിക്കുവാണ്. എങ്ങനെ പറയുമായിരുന്നു, പെട്ടെന്ന് ക്ലോസ് ആവല്ലേ, ഞാൻ മൊബൈൽ എടുത്തുകൊണ്ട് വരട്ടെ, വീഡിയോ പിടിക്കണം. അതുകൊണ്ട് അത് ചെറുതായത് കൂമ്പി. ഈ ഇതിനകത്ത് ഒത്തിരി വലുതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ എന്തൊരു പ്രോസസ്സിങ് ആണെന്ന് നോക്കിക്കേ. ഭയങ്കര അത്ഭുതം എനിക്കിപ്പോൾ. നമ്മളിങ്ങനെ സൺറൈസ് കാണുന്നത് പോലെ തന്നെ കണ്ടോ, അത് കൂമ്പി. ഈ ഒരനക്കം പോലും അറിയുന്നില്ല. പക്ഷേ അത് കണ്ടോ, അത് പതുക്കെ ക്ലോസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. വിരിഞ്ഞു നിന്നായിരുന്നു. ഉണ്ട്, പകുതിയോളം കൂമ്പി. ഇച്ചിരൂടെ ഉള്ളു. ഭയങ്കര അത്ഭുതം തന്നെ. ഭയങ്കര സർപ്രൈസ്. എനിക്കറിയില്ല എന്താ പറയേണ്ടിയെന്ന്. അയ്യോ, ഇത്ര വർഷം കൊണ്ട് എൻ്റെ കയ്യിൽ ഈ ആമ്പലുണ്ട്. പക്ഷെ എനിക്ക് അത് ഇപ്പോൾ ഈ മുറ്റത്ത് ഇങ്ങനെ നിന്നപ്പോൾ അതിൻ്റെ ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ ചെറുതായി വരിക. നമ്മൾ ഓരോന്നിനെയും വീക്ഷിച്ചാൽ ഭയങ്കര അത്ഭുതങ്ങളാണ് ഈ പ്രകൃതിയിൽ നടക്കുന്നത്. പ്രകൃതിയോട് നമുക്ക് തോക്കാൻ പറ്റില്ല. പ്രകൃതിയെ ജയിക്കത്തുള്ളൂ. അതല്ലേ, മഴവെള്ളം ഒരു ചെറിയ മഴ പെയ്താൽ മതിയും ഒരു നാട് തന്നെ എടുത്തു മറിക്കുന്ന രീതിയിലാണ്. ഞാൻ പറയുമായിരുന്നു ചൂടെങ്ങനെയും പറ്റും. പക്ഷെ മഴ വന്നാൽ, വെള്ളപ്പൊക്കം ഉണ്ടായാൽ എങ്ങോട്ട് നമുക്ക് ഒരു കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ വെള്ളം കയറുക. ഓരോരുത്തരുടെയൊക്കെ അനുഭവം കേട്ടിട്ടുന്നല്ലേ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആഗ്രഹിച്ച് വെച്ച വീടുകളൊക്കെ 2ഉം 3ഉം വട്ടം പ്രളയത്തിൻ്റെ ആഘാതത്തിലേക്ക് പോയപ്പം അവരുടെ മനസ്സൊക്കെ അങ്ങ് മുരടിച്ചു പോയെന്ന് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് അവർ ഹോട്ടലുകളിലൊക്കെ തങ്ങുമ്പോൾ അവർ പറയുക, വെള്ളം കയറാത്ത സ്ഥലങ്ങൾ നോക്കി ഞങ്ങൾ വീട് വെച്ചത്, എന്നിട്ടും വെള്ളം കയറുന്നു. നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. ദൈവത്തിൻ്റെ വാ മോനെ, അമ്മയുടെ പൊന്നു വാ, അമ്മയുടെ പൊന്നിഞ്ഞ് വന്നേ, പൊന്നിഞ്ഞ് വാ മോനെ. അത് ചോടി അല്ല, ചെറിയൊരു ഹോള് മാത്രമേ ഉള്ളൂ. ഒരു പുഷ്പം മാത്രമേ ഞാനെത്തുമ്പോൾ ഒരു പാത്രം മാത്രമേ പൂങ്കുലവിൽ